ഓം ശാന്തി. എല്ലാ സഹോദരി സഹോദരന്മാരോടുമുള്ള ആരൊക്കെ ട്രാൻസ്ലേഷൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ ഈ ഓൺലൈൻ ബട്ടി തമിഴിലെ, കന്നഡയിലെ, തെലുങ്കിലെ ഇത്രയും ഭാഷകളിലാണ്, ഹിന്ദിയിലുമായിട്ടാണ് നമ്മുടെ ഈ ഓൺലൈൻ ബട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഭാരതത്തിലെ പല എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരും ഈ ബട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞ ജനുവരി മാസത്തിൽ തീർച്ചയായും യോഗ ബട്ടി ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് സ്പെഷ്യലി നമ്മുടെ തപസ്സാണ് നടന്നത്. ഇനി ഫെബ്രുവരി വന്നു, അങ്ങനെ വർഷം മുന്നോട്ട് പോവുകയാണല്ലോ. നമ്മളെല്ലാവരും ഏതെങ്കിലും പ്രകാരത്തിലുള്ള പുരുഷാർത്ഥത്തിൽ എപ്പോഴും തന്നെ നമ്മൾ ബിസി ആയിരിക്കും. നമ്മുടെ പുരുഷാർത്ഥത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ മാസത്തിലും ഓരോ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പുരുഷാർത്ഥം ചെയ്യുന്നത്? നമ്മുടെ പുരുഷാർത്ഥം ഒരിക്കലും ഡിലേ ആകാനായിട്ട് പാടില്ല. നമ്മുടെ പുരുഷാർത്ഥം എപ്പോഴും തന്നെ ഏകരസമായിരിക്കണം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സുന്ദരമായിട്ടുള്ളൊരു വിഷയത്തിൽ നമുക്ക് പ്രേരണ നൽകുന്നതിന് വേണ്ടി നിഹാ ബെഹനാണ് വരുന്നത്. गाम देवी सेवा केंद्र का संचालन भी कर रहे हैं. For past 27 years, she's been looking after the Gam Devi Center. आपने खास आदरणीय शिलेंद्रा दादी और रमेश भाई जी की पालना ली है. और आप सभी जानते होंगे गाम देवी सेंटर मुंबई का सबसे पुराना सेंटर है. നമ്മുടെ ഗാം ദേവി സെൻറ്ററിലുള്ള ഇൻചാർജ് ബെഹനാണ് നിഹാ ബെഹൻ. നിഹാ ബെഹൻ ഇരിക്കുന്നത് ഗാം ദേവി സെൻറ്ററിൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ദാദിമാരെല്ലാവരും ബോംബെ ഗാം ദേവി സെൻറ്ററിൽ തുടക്കത്തിലുണ്ടായിരുന്നു. ഗാം ദേവി സെൻറ്റർ വളരെ പഴയ സെൻറ്ററാണ്. അതേപോലെ ഗാം ദേവി സെൻറ്ററിൻ്റെയും നിഹാ ബെഹൻ്റെയും ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഇതായിരുന്നു. ബാബയുടെ രഥം ഗുൽസാർ ദാദിജിയുടെ അവസാന സമയങ്ങൾ മുഴുവൻ ഗാം ദേവി സെൻറ്ററുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടപ്പുണ്ടായിരുന്നത്. അങ്ങനെ നിഹാ ബെഹന് ഏറ്റവും വലിയൊരു ഭാഗ്യം അതും സിദ്ധിച്ചിട്ടുണ്ട്. നിഹാ ബെഹനെ നമ്മുടെ ഈ ഓൺലൈൻ ബട്ടിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. വളരെ വളരെ നന്ദി. ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷിക്കാനുള്ളൊരവസരമാണിത്. ഈ സംഗമയുഗത്തിൽ ഈ ഒരു മംഗളകരമായിട്ടുള്ള സുവർണ സമയത്ത് നമ്മളെല്ലാവരും എത്ര ഭാഗ്യശാലികളായ ബ്രാഹ്മണാത്മാക്കളാണ്. സംഘടിത രൂപത്തിൽ സ്വപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പമെടുത്ത് ആ ഒരു സങ്കല്പത്തിലല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു, നമ്മുടെ ഈ സംഘടനയുള്ള പുരുഷാർത്ഥം വാസ്തവത്തിൽ വലിയൊരു അത്ഭുതം തന്നെ ചെയ്ത് കാണിക്കും. ശരിക്കും നിങ്ങൾ ഇത്രയും പേര് ഓൺലൈനിൽ ബട്ടി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം ഇങ്ങനെ തോന്നുകയാണ്, ആസാദിയുടെ അമൃത മഹോത്സവം. തീർച്ചയായും സ്വർണിമ ഭാരതത്തിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒന്നായിരിക്കും. ഒപ്പം ബാബയെ തന്നെ പ്രത്യക്ഷപ്പെടുത്തും, ശരിയല്ലേ? എന്നാൽ ഇതിനെല്ലാം വേണ്ടി ആവശ്യമായിട്ടുള്ളത് നമ്മൾ ബ്രാഹ്മണരുടെ സംഘടിത രൂപത്തിലുള്ള തീവ്രമായിട്ടുള്ളൊരു പുരുഷാർത്ഥമായിരിക്കണം. സ്വപരിവർത്തനത്തിനായിട്ടുള്ള പുരുഷാർത്ഥമുണ്ടാകണം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർത്തമാന സമയത്ത്
സംഗമയുഗത്തിലെ വരദാനി സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാബ്ദാദ മുഴുവൻ ദാദിമാരും അവ്യക്ത രൂപത്തിലെ നമ്മളെല്ലാ ബ്രാഹ്മണരെയും തയ്യാറാക്കുന്നതിന് വേണ്ടി സമയമെടുക്കുന്നു. അവരെ ബാബയുടെ സന്ദേശം പോലും കേട്ടില്ലേ? ബാബ അഡ്വാൻസ് പാർട്ടികളെ, ദാദിമാരെ, അവരെല്ലാവരോടും ഈ കാര്യത്തിൽ മുഴുകാനായിട്ടാണ് ബാബ പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടി മുഴുകൂ. അതിനാൽ ഇതെന്ന് മനസ്സിലാക്കൂ, 4 വശത്തു നിന്നും നമുക്കെല്ലാവർക്കും എക്സ്ട്രാ ചാൻസാണ് ലഭിക്കുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയൊരു വരദാനമല്ലേ? ഇങ്ങനെയുള്ളൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും തന്നെ അന്തിമ സമയത്തുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നോക്കൂ, മുഴുവൻ ആത്മാക്കളും ഇതിലെ ഒരുമിച്ചിട്ടുണ്ട്. ഈ ഓൺലൈൻ ബട്ടിയിലെ നമുക്കെല്ലാവർക്കും നോക്കൂ, നമ്മുടെ 63 ജന്മത്തിലെ കർമ്മത്തിന്റെ കണക്ക് സെറ്റിൽ ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ പെരുമാറ്റത്തിലൂടെയും നമ്മുടെ മുഖത്തിലൂടെയും ബാബയെ പ്രത്യക്ഷപ്പെടുത്തുകയും വേണം. അങ്ങനെയുള്ള സമയത്ത് അതിനാൽ ഈ ഒരു സമയത്ത് ബാബയിൽ നിന്നും പൂർണ്ണമായിട്ടുള്ളൊരു സഹായം നമുക്കെടുക്കണം. തീർച്ചയായും ബാബ്ദാദ നമ്മളെ സഹായിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓരോരുത്തരും ബാബയുടെ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ബാബയിൽ നിന്നുള്ള സഹായം എടുക്കുന്നതിന് വേണ്ടി ബാബ നമുക്കൊരു വിധിയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോഴെനിക്കൊരു ദൃശ്യം ഓർമ്മ വരികയാണ്. എപ്പോഴാണോ മഹാഭാരത യുദ്ധം സംഭവിക്കാൻ പോകുന്നത്, ആ യുദ്ധത്തിന് മുൻപായി ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധത്തിനായിട്ട് പറയുന്നത്, പക്ഷേ അർജുനൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ശ്രീകൃഷ്ണൻ ജ്ഞാനം കേൾപ്പിച്ച് മുഴുവൻ ജ്ഞാനത്തിൻ്റെയും രഹസ്യങ്ങളെ കേൾപ്പിച്ച് 18 അധ്യായങ്ങൾ പൂർത്തിയാക്കി. ഇതെല്ലാം കേട്ടുകൊണ്ട് ബുദ്ധിയിലെ അർജുനൻ ധാരണ ചെയ്ത് എന്തു ചെയ്തു? തയ്യാറായി. ഇതിനെയാണ് പറയുന്നത് ധൈര്യത്തിൻ്റെ ആദ്യ ചുവട്. നമ്മൾ ഓരോ ബ്രാഹ്മണരും ഇതേപോലെ അവസാന മത്സരത്തിൻ്റെ അവസാന റൗണ്ടിൽ നമ്മൾ വിജയികളായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആദ്യത്തെ ആ ഒരു ചുവടിന് വേണ്ടി എത്ര തയ്യാറെടുപ്പ് വേണം? അവിടെ നമ്മൾ അർജുനനെ കണ്ടിട്ടുണ്ട്. മുഴുവൻ ജ്ഞാനത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി എന്നിട്ടാണ് തയ്യാറായത്. പിന്നെന്താ സംഭവിച്ചത്? ഒരേ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. പിന്നെന്ത് ചെയ്തു? ബാക്കി മുഴുവൻ ഉത്തരവാദിത്വവും ശ്രീകൃഷ്ണനല്ലേ ഏറ്റെടുത്തത്? അതല്ലേ കണ്ടിരിക്കുന്നത്? കാരണം എപ്പോഴാണോ കൃഷ്ണൻ പറഞ്ഞുകൊടുത്ത മുഴുവൻ ജ്ഞാനവും സ്വീകരിച്ചത്, അവിടെ ഭഗവാൻ ബന്ധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതേപോലെ നമുക്കെല്ലാവർക്കും ഈ ധൈര്യത്തിൻ്റെ ചുവടാണ് വെക്കേണ്ടത്. എന്നാൽ ഈ ആദ്യത്തെ ചുവട് വെക്കേണ്ടത് വിവേകത്തിൻ്റെ ആധാരത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ധൈര്യമുള്ള കുട്ടികളെയാണ് ബാബ സഹായിക്കുക. എത്ര ആഴമുള്ളൊരു കാര്യമാണിത്!
ബാബയുടെ ഈ മഹാവാക്യത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി നമ്മളത് തിരിച്ചറിയണം. അതായത് ഡീപ്പായിട്ടുള്ള റിയലൈസേഷൻ. നമുക്കെല്ലാവർക്കും കുറച്ചു സമയത്തേക്ക് വേണ്ടി ദേഹബോധത്തിൽ നിന്നും പൂർണ്ണമായി നമുക്ക് മുക്തമാകാം. അനുഭൂതി ചെയ്യൂ, ഞാൻ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ്, വിജയി ആത്മാവാണ്. മുന്നിൽ ബാബ്ദാദയെ കൊണ്ടുവരൂ. ഓർമ്മിക്കൂ, ബാബ്ദാദ ധൈര്യത്തിന് വേണ്ടി എന്തെന്തെല്ലാം ശബ്ദങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. കാരണം ബാബയുടെ ഓരോ മഹാവാക്യങ്ങളിലും ശക്തിയാണുള്ളത്. അത് ആത്മാവിന് ശക്തി പകരുന്നു. മൃതസഞ്ജീവിനി ഔഷധം പോലെ, ഇഞ്ചക്ഷൻ പോലെയാണ്. ബാബയുടെ അവ്യക്ത മഹാവാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ബാബ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ ധൈര്യത്തിൻ്റെ ചുവടിൽ 1000 കൈകളോടുകൂടെ ബാബയുടെ സഹായം കിട്ടുമെന്ന്. പിന്നെ ബാബ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, എവിടെ ധൈര്യമുണ്ടോ അവിടെ ഉല്ലാസം, ഉന്മേഷം വന്നോളും. പിന്നെ വീണ്ടും ബാബ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയുള്ള കടുത്ത പരിതസ്ഥിതികളായിക്കോട്ടെ, ധൈര്യത്തിൻ്റെ ചിറകിലൂടെ സെക്കൻഡിലെ പറക്കുന്ന കലയുടെ, ഉയർന്ന സ്ഥിതിയുടെ, വളരെ കടുത്ത പരിതസ്ഥിതികളെ പോലും സെക്കൻഡിൽ അതിനെ സഹജമാക്കാനായിട്ട് കഴിയും. നോട്ട് ചെയ്യൂ നിങ്ങളിത്. ഇത് ഭഗവാന്റെ മഹാവാക്യമാണ്. ബാബ പറഞ്ഞു, എങ്ങനെയാണ് ശ്വാസമില്ലെങ്കിൽ ജീവനില്ല, അതേപോലെ ധൈര്യമില്ലെങ്കിൽ ബ്രാഹ്മണ ജീവിതവുമില്ല. എത്ര മഹത്വമുള്ളൊരു കാര്യമാണ് ബാബ ധൈര്യത്തിൻ്റെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബാബ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബാബ ഇത്രയും കുട്ടികൾക്ക് ധൈര്യമാണ് നൽകുന്നത്, എല്ലാം ബാബയ്ക്ക് വിട്ടുകൊടുക്കുക. എല്ലാം ബാബയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാബ നിങ്ങളെ സഹായിക്കും. ബാബയ്ക്ക് വിട്ടുകൊടുത്താൽ ബാബയിൽ നിന്നുള്ള സഹായം കിട്ടില്ല എന്നുള്ള കാര്യമേ ഇല്ല. ഇന്ന് നമുക്ക് ഇത്രയും ആഴമേറിയ ചിന്തനം ചെയ്യാം. ധൈര്യമുള്ള കുട്ടികൾ, ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ധൈര്യത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്? ധൈര്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുള്ളത് നമ്മുടെ യജ്ഞപിതാവായിരിക്കുന്ന ബ്രഹ്മാബാബയാണ്. ബാബ എത്ര ധൈര്യത്തിൻ്റെ ചുവടോടുകൂടിയാണ് യജ്ഞത്തിൻ്റെ ആരംഭം ഉണ്ടാക്കിയത്. എത്ര ധൈര്യത്തിൻ്റെ ചുവട് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ ബാബ തയ്യാറാക്കിയത്. ബ്രഹ്മാബാബയുടെ ധൈര്യത്തെക്കുറിച്ച് അവ്യക്ത മഹാവാക്യങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും 1988 മുരളികളിൽ. എന്താണ് ഈ ധൈര്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ധൈര്യം വളരെയധികം വയ്ക്കാറുണ്ട്. പരിതസ്ഥിതികൾ പലത് വരും നമ്മുടെ അടുക്കലേക്ക്. അപ്പോഴാണ് നമ്മുടെ ബുദ്ധി പതുക്കെ പതുക്കെ ഇളകുക. മനസ്സിലും ബുദ്ധിയിലും വ്യർത്ഥ സങ്കല്പങ്ങൾ വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നിരാശയും വരും. അങ്ങനെയല്ലേ സംഭവിക്കാറുള്ളത്? ഇപ്പം നമ്മളൊന്ന് ചിന്തിക്കൂ. ബ്രഹ്മാബാബയുടെ യജ്ഞത്തിൻ്റെ ആ തുടക്കത്തിൽ ബാബ ഒറ്റയ്ക്കായിരുന്നില്ലേ?
എങ്ങനെയാണ് ബ്രഹ്മാബാബ ധൈര്യം വെച്ചത്? ബാബ അവ്യക്ത മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ, ബ്രഹ്മാസു ഫരിസ്തയായി, പിന്നെ ദേവത, എല്ലാറ്റിലും ബ്രഹ്മാബാബ നമ്പർ 1 ആയി. എങ്ങനെയാണ് ബ്രഹ്മാബാബ ഇങ്ങനെ നമ്പർ 1 ആയി മാറിയത്? ഏത് വിധിയിലൂടെയാണ് ബ്രഹ്മാബാബ നമ്പർ 1 സിദ്ധി സ്വരൂപമായി മാറിയത്? നമുക്കെല്ലാ ബ്രാഹ്മണ ആത്മാക്കൾക്കും ഈ ബ്രഹ്മാവിനെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എന്ത് ഫോളോയാണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ആദ്യത്തെ ചുവടാണ്, അതാണ് സമർപ്പണത. ആദ്യത്തെ ചുവടിലെ എല്ലാ രൂപത്തിലും ബ്രഹ്മാബാബ സമർപ്പണം ചെയ്ത് കാണിച്ചു തന്നു. ധൈര്യത്തിൻ്റെ രണ്ടാമത്തെ ചുവട് എന്താണ്? അതാണ് സഹനശീലത. എപ്പോൾ സമർപ്പണം ചെയ്തു? നമ്മൾ അവ്യക്ത മഹാവാക്യമല്ലേ കേൾക്കുന്നത്? എപ്പോൾ സമർപ്പണം ചെയ്തുവോ? ബാബയിൽ നിന്ന് സർവശ്രേഷ്ഠമായിട്ടുള്ള സമ്പത്ത് ലഭിച്ചു, പക്ഷേ ലോകത്തിൽ നിന്ന് എന്താ ലഭിച്ചത്? ഏറ്റവും കൂടുതലായിട്ട് ആക്ഷേപത്തിൻ്റെ ഖജനാവും ബ്രഹ്മാബാബയ്ക്കാണ് ലഭിച്ചത്. പക്ഷേ ബ്രഹ്മാബാബ ഒരിക്കലും തൻ്റെ വായുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നെ ഇത്രയും ആക്ഷേപിക്കുന്നു ആളുകൾ, എനിക്ക് ഇത്രയും ആക്ഷേപങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്നു എന്നൊരിക്കലും ബാബ പറഞ്ഞിട്ടില്ല. അവ്യക്ത മുരളികളിൽ ബ്രഹ്മാബാബ അവ്യക്തമായതിനു ശേഷം എത്രയാണ് ബ്രഹ്മാബാബയുടെ മഹിമകൾ പാടിയത് സ്വയം ഭഗവാൻ? എന്നാൽ നമ്മുടെ മുന്നിലും ആക്ഷേപങ്ങളോ ഗ്ലാനിയോ കിട്ടുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചോളൂ, ബ്രഹ്മാബാബയുടെ മുന്നിലാണ് ഏറ്റവും കൂടുതലായിട്ട് ക്രോധികളായിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുന്നത്. ബാബയുടെ മുന്നിലേക്ക് എത്രയോ പ്രതികാരത്തോടുകൂടെ ആളുകൾ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ബാബ നമ്പർ 1 ആയിരുന്നു, ഇതൊക്കെ സഹിക്കേണ്ട കാര്യത്തിലെ. പിന്നെ ബാബ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ഈ അലൗകിക ജീവിതത്തിൽ ബ്രഹ്മാബാബയ്ക്ക് ഇങ്ങനെയും ആകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് പേരുടെ ശത്രുത. ബാബയുടെ മേലെ ഒരുപാട് അനാചാരങ്ങളും അത്യാചാരങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ബാബ അവിടെ സഹനശീലതയാകുന്ന ധാരണ ചെയ്തുകൊണ്ട് ബാബ പുഞ്ചിരിച്ചു. ബാബ ഒരിക്കലും വാടിപ്പോയില്ല, തളർന്നില്ല. കേട്ടിട്ടില്ലേ അങ്ങനെ? ഇതിനെയാണ് പറയുക ധൈര്യം. ധൈര്യത്തിൻ്റെ ചുവട് അർത്ഥം ഇതെല്ലാം പറയുന്ന ധാരണകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊക്കെ ബ്രഹ്മാബാബ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും പ്രശംസിച്ചാലും അപ്പം നമ്മൾ പുഞ്ചിരിക്കും. ഇതിന് സഹനശീലത എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ശത്രുവായി മാറി, ക്രോധിയായി മാറി അപശബ്ദങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾ സദാ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം. സങ്കല്പത്തിൽ പോലും വാടിപ്പോകരുത്, ചിന്ത പാടില്ല, ചിന്തയുടെ അടയാളങ്ങൾ മുഖത്തുണ്ടാകരുത്. ഇതിനെയാണ് പറയുക സഹനശീലതയെന്ന്. ബാബ ഇതിൻ്റെ ഡെഫിനിഷനാണ് നൽകുന്നത്. ഇത് ബ്രഹ്മാബാബ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ശത്രുവായിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ അടുക്കൽ പോലും വളരെ സ്നേഹത്തോടുകൂടെ ദയാഭാവനത്തോടുകൂടെ അവരുടെ സമ്പർക്കത്തിലേക്ക് വരിക. ഇതിനെയാണ് പറയുക സഹനശീലത. പിന്നെ ബാബ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രങ്ങളിൽ മഹാവീരനായി ഹനുമാനെ കാണിച്ചിട്ടുണ്ടല്ലോ. എത്ര വലിയ പർവ്വതത്തെ പോലും തൻ്റെ തോളത്ത് നിസാരമായിട്ട് തൂക്കി
അതേപോലെ എത്ര വലിയ പർവ്വതം പോലെയുള്ള സമസ്യ വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങളാകുന്ന പരിതസ്ഥിതികൾ വന്നാലും നിങ്ങൾ അതിനെന്ത് ചെയ്യണം? ചെറിയൊരു കളിപ്പാട്ടമായിട്ട് കണക്കാക്കണം. മുഴുവൻ വിസ്താരത്തെയും സാരമാക്കണം. വളരെ വലിയ പർവ്വതത്തെ പോലും ഒരു പഞ്ഞിക്കട്ടയാക്കി മാറ്റണം. നത്തിങ് ന്യൂ എന്ന പാഠത്തിലൂടെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ബിന്ദുവായി മാറി മുന്നോട്ട് പോകണം. ഇതൊക്കെയാണ് ബ്രഹ്മബാബയുടെ വിശേഷതകൾ. ഇതിനെയാണ് പറയുക ധൈര്യത്തിന്റെ ചുവട്. നോക്കൂ, ഇതൊക്കെ ബ്രഹ്മബാബ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം 14 വർഷങ്ങളോളം തപസ് ചെയ്ത നമ്മുടെ ദാദിമാര് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുക. ബ്രഹ്മബാബയുടെ ഈ സഹനത്തിന്റെ ഫലം തന്നെയല്ലേ കുട്ടികളെ മുഴുവൻ തപസ്വിമൂർത്തികളാക്കി മാറ്റിയത്. അതേപോലെ സ്ഥൂലമായിട്ടും വളരെയധികം പേപ്പറുകൾ വന്നു. ലോകത്തിലെ ഒരുപാട് അനാചാരങ്ങൾ, അതേപോലെ ലോകത്തിലുള്ളവരുടെ അപശബ്ദങ്ങൾ, പല പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ, ഇതെല്ലാം എത്ര കുട്ടികൾ ട്രൈറ്ററായി മാറി, എത്ര കുട്ടികൾ അസന്തുഷ്ടരായി മാറി മടങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ചില കുട്ടികൾ അസന്തുഷ്ടരുമായിട്ടുണ്ട്. പക്ഷെ എന്നാൽ ആ സമയത്തും കുട്ടികളെ സന്തുഷ്ടരാക്കി മാറ്റുന്നതിന് വേണ്ടി, കുട്ടികളെ പാലിക്കുന്നതിന് വേണ്ടി ബാബ നന്നായിട്ട് പരിശ്രമിച്ചു. ഈ കാര്യത്തിനെയാണ് നമ്മൾ ഫോളോ ഫാദർ എന്ന് പറയേണ്ടത്. ഇതെല്ലാം അവ്യക്ത മുരളികളിൽ ബ്രഹ്മബാബയുടെ ധൈര്യത്തിന്റെ ചുവടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരയ്ക്കുള്ള മുരളിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നു, ധൈര്യമുള്ള കുട്ടികളെ ബാബയുടെ സഹായം കിട്ടും. ഇതിൻ്റെ ആധാരത്തിൽ വേണം നമുക്ക് ചിന്തിക്കാൻ. ധൈര്യത്തിൻ്റെ ഒരു ചുവട് എന്തായിരിക്കും? ധൈര്യത്തിൻ്റെ ഒരു ചുവട് നമ്മുടെ ബുദ്ധിയുടെ ഉറച്ചതും ദൃഢതയുമുള്ളൊരവസ്ഥയാണ്. ധൈര്യം അർത്ഥം ഏറ്റവും ആദ്യം നിശ്ചയം. എത്രത്തോളം ബാബയിൽ നിശ്ചയമുണ്ടോ, ഒരേ ഒരു ഫലം, ഒരൊറ്റ വിശ്വാസം. നമ്മൾ ആരും ബ്രഹ്മബാബയെ കണ്ടിട്ടില്ല, എന്നാൽ നമ്മൾ ദാദിമാരെ കണ്ടിട്ടില്ലേ? നമ്മളെല്ലാവരും നമ്മുടെ ദാദിമാരെ വളരെയധികം അന്തസ്സോടുകൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദാദിമാരെ എത്ര നിശ്ചിന്തമായിട്ടുള്ളൊരവസ്ഥയാണ്. എന്നാൽ യജ്ഞത്തിലെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി ദാദിമാർക്കാണെങ്കിലും ശരീരത്തിൽ എന്തെല്ലാം രോഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എത്ര സമസ്യകളുടെ ഇടയിലൂടെ അവർ പോയിട്ടുണ്ട്. നമ്മൾ പല ദാദിമാരെയും നമ്മൾ വളരെ സമീപത്ത് കണ്ടിട്ടുണ്ട്. ഷീൽ ദാദിയെ കണ്ടിട്ടുണ്ട്. ഷീൽ ദാദിയുടെ നിശ്ചയത്തെ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ജാനകി ദാദിയുടെ നിശ്ചയവും കണ്ടിട്ടുണ്ട്. ഒരേ ഒരു ബാബയില്ലേ, പോകണം, ചെയ്യണം. ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ ബാബ നോക്കിക്കോളും. എങ്ങനെയാണോ അർജുനൻ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു, പിന്നെ ശ്രീകൃഷ്ണന്റെ ഉത്തരവാദിത്തമാണ് പല പ്രകാരത്തിലുള്ള പ്രഹരങ്ങളെയും രഥത്തെയും സംരക്ഷിക്കേണ്ടത് പിന്നെ ഭഗവാന്റെ ഡ്യൂട്ടിയാണ് എന്ന് വിചാരിച്ച് കൃഷ്ണൻ മുന്നോട്ട് പോയില്ലേ? അതേപോലെ നമ്മളും തുടങ്ങി വെച്ചു, നമ്മൾ ചെയ്യണം, മുന്നോട്ട് പോകണം. ഇനി നമ്മുടെ ഉത്തരവാദിത്തം ബാബയ്ക്കുള്ളതാണ്. ബാബയുടെ സാകാര മുരളി നമ്മൾ എത്രയാണ് കേൾക്കുന്നത്? ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് അതിലെ ചില കാര്യങ്ങൾ അവനവൻ്റെ മനസ്സിനോട് സംസാരിക്കണം.
അല്ലയോ പ്രിയ ആത്മാക്കളെ, ഇതാരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ബാബ എന്തൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടോ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ബാബയ്ക്കുള്ളതാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ബാബ പറയുന്ന ഓരോ കാര്യങ്ങളെയും ധൈര്യത്തിൻ്റെ ചുവട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പരിതസ്ഥിതികൾ നമ്മുടെ മുന്നിലേക്ക് വരും. മായ തീർച്ചയായും വരും. കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് പേപ്പറും കൊണ്ട് വരും. ബുദ്ധി ഇളക്കും. പക്ഷേ ആ സമയത്തും നമ്മുടെ ബുദ്ധി ഉടൻ തന്നെ ബാബ പറയുന്ന കാര്യങ്ങൾ ഓർമ്മിക്കണം. ബാബയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ബാബ ഉത്തരവാദിയാണ്. ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാബ പറയാറില്ലേ, ഏതു കുട്ടികളാണോ എൻ്റെ ആജ്ഞയെ പാലിക്കുന്നത് അവരെ രക്ഷിക്കുക, അവർക്ക് വിജയം കൊടുക്കുക, ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയല്ലേ? പല പ്രാവശ്യം ബാബ പറഞ്ഞിട്ടുണ്ട് ഇത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യവും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പലരും നിങ്ങളോട് വിരോധം കാണിക്കും. പലർക്കും അതിനോട് എതിർപ്പമായിരിക്കും. പലരും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അപ്പം നമ്മളൊന്ന് ഇളകാൻ ആരംഭിക്കും. എന്നാൽ നിങ്ങൾ നോക്കിക്കോളൂ, അതെല്ലാം സഹിക്കണം. കുറച്ച് തലകുനിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ലൗകികത്തു നിന്നും കേൾക്കേണ്ടി വരും, അലൗകികത്തു നിന്നും കേൾക്കേണ്ടി വരും. ഇപ്പം നമ്മൾ അവ്യക്ത മഹാവാക്യം കേട്ടിട്ടുണ്ടല്ലോ. ഗ്ലാനി കേൾക്കുന്നതിലും അത്യാചാരങ്ങൾ സഹിക്കുന്നതിലും അപശബ്ദങ്ങൾ സഹിക്കുന്നതിലും ബ്രഹ്മബാബയ്ക്കായിരുന്നു ഇതെല്ലാം ആദ്യം കേൾക്കേണ്ടി വന്നത്, തുടക്കം. പക്ഷെ എങ്ങനെയാണ് ബ്രഹ്മബാബ ഇതിനെയൊക്കെ ജയിച്ചത്? ഒരൊറ്റ ബലം, ഒരൊറ്റ വിശ്വാസം. നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ബാബയുടെ ഇത്രയും പക്കയായിരുന്നു. മായ ഇളക്കാൻ ശ്രമിക്കുന്നു, കാര്യങ്ങൾ വരുന്നു. പക്ഷേ ആഴമേറിയ ചിന്തനത്തിലേക്ക് പോകണം. ബാബ പറയുന്നു, അല്ലയോ ആത്മാവേ, നിങ്ങൾക്ക് സഹനശീലതയുടെ മൂർത്തിയായി മാറണം. എന്നാൽ ഒരു മൂർത്തിയായി മാറാനാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഒരു വ്യർത്ഥ സങ്കല്പങ്ങൾ നടക്കരുത്. അഥവാ കാര്യങ്ങൾ വന്നാലും അപ്പോൾ ഇത്രയും ജ്ഞാനത്തെ പറ്റിയിട്ട് മനനചിന്തനം ചെയ്യൂ. ബാബയുടെ 31 ജനുവരിയിലെ മുരളിയിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെ ജനുവരി 18 ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി, ബ്രഹ്മബാബ എല്ലാം ചെയ്തുകൊണ്ട് ജീവൻ മുക്ത സ്ഥിതിയുടെ ആനന്ദമെടുത്തു. ജീവൻ മുക്തിയുടെ ആനന്ദത്തിലിരുന്നു ബ്രഹ്മബാബ, എല്ലാം ചെയ്തിട്ടും. അതിനാൽ നിങ്ങളോട് ചോദിക്കൂ, അല്ലയോ പ്രിയ ആത്മാവേ, ഈ സംഗമയുഗത്തിൽ ഇങ്ങനെയുള്ള ജീവൻ മുക്ത സ്ഥിതിയുടെ ആനന്ദത്തിൻ്റെ അനുഭൂതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്തുത്തരമാണ് വരുന്നത് മനസ്സിൽ നിന്നും? നിങ്ങളോട് തന്നെ ചോദിക്കൂ. പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. തൻ്റെ മനസ്സിനെ ജ്ഞാനത്തിൻ്റെ കാര്യത്തിലേക്ക് കൊണ്ടുപോകൂ. ബാബ പറഞ്ഞിട്ടുണ്ട്, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിലെല്ലാം നന്മയടങ്ങിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? എൻ്റെ കർമ്മത്തിൻ്റെ കണക്കുകളുടെ സെറ്റിൽമെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും പുതിയതല്ല. ബാബ കൂടെയുണ്ട്. ഈ ഡ്രാമയിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് സത്യമാണ്.
നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കൂ. ബാബ ഇപ്രാവശ്യത്തെ മുരളിയിൽ പോലും പറഞ്ഞു, കുട്ടി, സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ്. എന്തുകൊണ്ടെന്നാൽ സെക്കൻഡിലാണ് നിങ്ങളുടെ അന്തിമ പരീക്ഷ വരിക. നമ്മളെല്ലാവരും അന്തിമ പരീക്ഷ പേപ്പറിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് പൊള്ളയായ പുറമേ കാണുന്നുള്ള പുരുഷാർത്ഥമല്ല ചെയ്യേണ്ടത്. നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. സൂക്ഷ്മ പുരുഷാർത്ഥം ചെയ്യണം. ഏത് കാര്യത്തെയും ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ നോക്കൂ. ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും വ്യർത്ഥസങ്കല്പമുണ്ടാകരുത്. കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കണം. കാര്യം കഴിഞ്ഞതിന് ശേഷം യാതൊരു സങ്കല്പവും വരരുത്. അപ്പോഴാണ് നമുക്ക് ബാബയുടെ സഹായത്തിൻ്റെ അനുഭവം ചെയ്യാൻ കഴിയുക. ഗുൽസാർ ദാദിജി ബാബയുടെ രഥമായിരുന്നല്ലോ. വളരെ നീണ്ട സമയത്ത് എനിക്ക് ദാദിജിയോടൊപ്പം ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ദാദിജി ഞാൻ വളരെ സമീപത്ത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ദാദിയുടെ അന്തിമ സമയത്തുള്ള പുരുഷാർത്ഥത്തെ ഞാൻ കണ്ടു. ശരിക്കും ആ സമയത്തെല്ലാം ദാദിയുടെ അവസ്ഥ ഇതായിരുന്നു. ബാബയ്ക്ക് സമാനമായിട്ടുള്ള ഫരിസ്ത സ്വരൂപം. പലപ്പോഴും ഞാൻ ദാദിയോട് ചോദിച്ചിട്ടുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദാദി, ലോകത്തിൽ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു? കൊറോണ വന്നിരിക്കുന്നു, ലോക്ക്ഡൗൺ ആണ്, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ദാദി ഒറ്റ സെന്റൻസിലാണ് അതിനൊക്കെ മറുപടി നൽകുക. എന്ത് സംഭവിക്കുന്നു? ബാബ 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഉത്തരമായിരുന്നു ദാദിയുടേത്, ഡ്രാമ കല്യാണകാരിയാണ്. എന്തു തന്നെ സംഭവിക്കുന്നു അത് പെട്ടെന്നായിരിക്കും സംഭവിക്കുക. പക്ഷേ ബാബ കൂടെയില്ലേ? ഇനി യജ്ഞത്തിൽ പല കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പോഴും ദാദി വളരെ നിശ്ചിന്തമായിട്ട്, ബാബ ഇരിക്കുന്നില്ലേ? ഈ നിശ്ചയം. അസുഖങ്ങൾ വന്നപ്പോഴും പല പ്രകാരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ദാദിക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ദാദി വളരെ നിശ്ചിന്തമായിരുന്നു. ഡോക്ടർക്ക് എന്ത് ചെയ്യണോ ചെയ്യട്ടെ, ചെയ്യുന്നത് ചെയ്യട്ടെ. പക്ഷെ ദാദി നിശ്ചിന്ത അവസ്ഥയിലായിരുന്നു. ദാദിജിയുടെ മുഖത്തെ എല്ലായ്പ്പോഴും ദിവ്യമായ പുഞ്ചിരി കണ്ടിരുന്നു. അങ്ങനെയുള്ള ധൈര്യം, ഈ ഒരു ധൈര്യം ഒരു പ്രകാരത്തിലുള്ള വലിയ അസുഖങ്ങളെയും ഭയപ്പെടുത്താൻ പറ്റില്ല. ധൈര്യമുണ്ടെങ്കിൽ ഏത് പരിതസ്ഥിതികളെയും മറികടക്കാനായിട്ട് പറ്റും. എന്ത് പരിതസ്ഥിതികൾക്കും നമ്മളെ ഇളക്കാൻ കഴിയില്ല. പക്ഷേ വേണ്ടത് ധൈര്യമാണ്. എന്നാൽ ആ ധൈര്യം എന്ന ഫൗണ്ടേഷനെ നമുക്ക് സ്ട്രോങ് ആക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ദിവസേന, കാരണം മുഴുവൻ ദിവസത്തിലും അനേക കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരില്ലേ? ചെറിയ കാര്യം, വലിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ വരും. പക്ഷെ അവിടെയും ധൈര്യത്തിൻ്റെ ആവശ്യമുണ്ട്. എപ്പോൾ നമ്മൾ ധൈര്യം എന്നുള്ള ശബ്ദം പറയുന്നു, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പാർട്ട് പക്കയാക്കണം. ധൈര്യം അർത്ഥം ഒരൊറ്റ ബലം, ഒരൊറ്റ വിശ്വാസം. ധൈര്യം അർത്ഥം ബാബ എൻ്റെ കൂടെ തന്നെയുണ്ട്. ധൈര്യം അർത്ഥം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായ ബാബ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കേവലം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായി എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കൂ.
ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഡ്രാമ. നമ്മൾ ഓരോ ചുവടിലും ഡ്രാമയെ പക്കയാക്കൂ. ധൈര്യത്തിൻ്റെ ഒരൊറ്റ ചുവടിൽ എവിടെ ധൈര്യമുണ്ടോ? ബാബയുടെ അവ്യക്ത മഹാവാക്യം കേട്ടിട്ടില്ലേ? ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യത്തെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ പരീക്ഷയിൽ എന്ത് ലഭിക്കുക? പദവിയോടെ പാസ്സാവുക. അതിനർത്ഥം ബാബയിൽ പരിപൂർണമായിട്ടുള്ള നിശ്ചയം, ഡ്രാമയിലെ നിശ്ചയം. ഡ്രാമ ഓർമ്മ വയ്ക്കണം. ഇപ്പം നമുക്ക് ഡ്രാമ എന്നുള്ളത് വരുന്നു, അപ്പം നമ്മുടെ മുന്നിൽ ഒരു പാഠം ഓർമ്മ വരും. എന്ത് ഡ്രാമയിൽ സംഭവിക്കുന്നു? അർത്ഥം കല്യാണം നന്മയാണ്, ഒന്നും പുതിയതല്ല, ഫുൾ സ്റ്റോപ്പ്. ഇത്രയും മതി. അപ്പം നമുക്ക് സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം? പരിതസ്ഥിതിയിൽ മറികടക്കാൻ നമുക്ക് പറ്റും. ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പം നമുക്ക് തോന്നണം, ഇതിലും മംഗളം അടങ്ങിയിട്ടുണ്ട്. എപ്പോഴാണോ ഈ സ്ഥിതി ഉണ്ടാകുന്നത്, ബുദ്ധിയുടെ കണക്ഷൻ ബാബയിലേക്ക് പോയിക്കോളും, ബാബയുമായിട്ട് ജോയിൻ്റ് ആയിക്കോളും. എന്തുകൊണ്ടാണ് ബാബ ഇങ്ങനെ പറയുന്നത്? ധൈര്യമുള്ള കുട്ടികളെ ബാബ സഹായിക്കും. ബാബയുടെ സഹായം ലഭിക്കുക അർത്ഥം ബാബയുടെ ശക്തി ലഭിക്കുക. ബാബയിൽ നിന്നുള്ള ഡയറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കിട്ടും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട. എന്നാൽ ബാബയിൽ നിന്നുള്ള ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മാധ്യമമാണ് നമ്മുടെ ബുദ്ധി ബാബയുമായിട്ട് കണക്റ്റ് ആകണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ, എനിക്ക് ധൈര്യമുണ്ട്, ബാബ കൂടെയുണ്ടല്ലോ. പക്ഷെ ചെക്ക് ചെയ്യൂ, ബാബ കൂടെ ഉണ്ട് അർത്ഥം എൻ്റെ ബുദ്ധി ബാബയുമായിട്ട് കണക്റ്റഡ് ആണോ? ഇപ്പം നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എൻ്റെ ബുദ്ധി എവിടെയാണിപ്പോൾ? ഈ കണക്ഷനെ ചെക്ക് ചെയ്തുകൊണ്ടേ പോകൂ. കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടാൽ അപ്പം നമുക്കൊരിക്കലും സപ്ലൈ ലഭിക്കില്ല. ധൈര്യം അർത്ഥം എന്തു തന്നെ സംഭവിച്ചോട്ടെ, കാര്യങ്ങൾ വന്നോട്ടെ, കൊടുങ്കാറ്റുകൾ വന്നോട്ടെ, പക്ഷെ കണക്ഷൻ വിച്ഛേദിക്കപ്പെടാനായിട്ട് പാടില്ല. കണക്ഷൻ സദാ നിലനിർത്താൻ ജ്ഞാനത്തിൻ്റെ മനന ചിന്തനം വളരെയധികം ആഴത്തിൽ നടക്കണം. ജ്ഞാനത്തിൻ്റെ പോയിന്റുകൾ, എന്ത് കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും നിങ്ങൾ ചിന്തിക്കൂ, ജ്ഞാനം എന്താണ് പറയുന്നത്? നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ ഇളക്കാറുള്ളത്. നമ്മൾ നല്ല പുരുഷാർത്ഥം ചെയ്യും, ആരെങ്കിലുമൊക്കെ വന്നിട്ട് 2 കാര്യങ്ങളൊക്കെ നമ്മളെ കേൾപ്പിക്കും. അപ്പം നമ്മളത് അംഗീകരിക്കില്ല. ചെറിയ ചെറിയ കാര്യമല്ലേ? അപ്പം നമ്മുടെ ബുദ്ധി ചിന്തിക്കാൻ ആരംഭിക്കും. അഥവാ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളുടെ പുറകെ പോയി അതിനെപ്പറ്റി ചിന്തിക്കാൻ ആരംഭിച്ചാൽ അപ്പം തന്നെ ബാബയുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടും. ഇപ്പോൾ ലാസ്റ്റിലെ മുരളിയിൽ പോലും ബാബ പറഞ്ഞില്ലേ, ഓരോ മണിക്കൂറിലും ഏതെങ്കിലും വിധിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ 3 സ്വരൂപത്തെ മുന്നിലേക്ക് കൊണ്ടുവരൂ. ഇടയ്ക്ക് നിങ്ങൾ 5 സ്വരൂപത്തിൻ്റെ ഡ്രില്ല് ചെയ്യൂ. ഇടയ്ക്ക് നിങ്ങൾ മുരളിയുടെ ചിന്തനം ചെയ്യൂ. പക്ഷേ കണക്ഷൻ ബാബയുമായിട്ട് ആയിരിക്കണം എപ്പോഴും. ബാബയുമായിട്ടുള്ള കണക്ഷൻ നിരന്തരമായിട്ട് യോജിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ആ കണക്ഷനിലൂടെയാണ് ശക്തി ലഭിക്കുന്നത്. പിന്നെ ബാബ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ബിസി ആയിരിക്കും, ബുദ്ധി അവിടെയും ഇവിടെയൊക്കെ പോകും.
പക്ഷെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് ചെക്ക് ചെയ്യണം, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ആ കൺട്രോളിങ്ങിൻ്റെ ആധാരത്തിൽ അപ്പോഴാണ് നമുക്ക് സ്വയത്തിലെ ബാബയിൽ നിന്നുള്ള ശക്തിയും കൺട്രോളിംഗ് പവറും വർദ്ധിക്കുക. ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോവാണ്. കാരണം ആ ധൈര്യത്തോടുകൂടെ അയാൾ ആ കാര്യം ചെയ്യാനായിട്ട് പോകുന്നു. അർത്ഥം എന്താണ്? അയാൾക്ക് തൻ്റെ ധൈര്യത്തിൻ്റെ മേൽ വിശ്വാസമുണ്ട്. ഇവിടെയും നമുക്ക് എന്ത് തന്നെ പരിതസ്ഥിതികൾ വന്നാലും ധൈര്യം നമ്മൾ വിടാനായിട്ട് പാടില്ല. ബാബ എൻ്റെ കൂടെ തന്നെയുണ്ട്. ബാബ ഉണ്ട് അർത്ഥം എന്താ? ബാബയുടെ മുഴുവൻ ശക്തികളും എന്നോടൊപ്പമുണ്ട്. ബാബ നമുക്ക് നോക്കൂ, എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള വിധികളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ബാബയുടെ മുഴുവൻ ശക്തികൾ നമുക്ക് ലഭിച്ചു. ബാബ എൻ്റെ കൂടെ തന്നെയുണ്ട്. അതെ, ബാബ നമ്മുടെ ഒപ്പമുണ്ടെങ്കിൽ നമ്മൾ ആരായി ഇവിടെ? മാസ്റ്റർ സർവശക്തിവാനായി. ഇത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് പല പ്രകാരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഒപ്പം ബാബയുമായിട്ടുള്ള സർവ്വസംബന്ധത്തിൻ്റെയും അനുഭൂതി ചെയ്യണം. ബാബ പറയുന്നത് എന്താ? കുട്ടി, ധൈര്യത്തിൻ്റെ ആധാരത്തിൽ പരിതസ്ഥിതികളെ മറികടക്കൂ, കൊടുങ്കാറ്റുകളെ മറികടക്കൂ. അപ്പോൾ കൊടുങ്കാറ്റ് പോലും നമുക്ക് എന്താകും? ലിഫ്റ്റായി മാറും. നമ്മുടെ മുന്നിൽ എത്ര എക്സാമ്പിൾസ് ആണ് ഉള്ളത്? നമ്മുടെ മധുരമായ ദാദിമാരെ, അവരെ തന്നെ സ്വയം ഇടയ്ക്കിടയ്ക്ക് ഏകാന്തതയിലേക്ക് കൊണ്ടുപോകും. ഇനി എന്ത് തന്നെ അവർക്ക് വന്നോട്ടെ, അവരെ സ്വയം അന്തർമുഖിയായി മാറി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി നമ്മുടെ കണക്ഷനെ ദൃഢമാക്കണം. ബാബ എൻ്റെ കൂടെ തന്നെയുണ്ട്. എപ്പോഴാണോ നമുക്ക് ഈ അനുഭൂതി ലഭിക്കുന്നത്, ബാബയുടെ സ്നേഹത്തിൻ്റെ, അപ്പം നമുക്ക് നാച്ചുറൽ രൂപത്തിൽ തന്നെ ആ ശക്തി വരും. ബ്രഹ്മബാബയുടെ മുഴുവൻ ജീവിതത്തിനെയും അവ്യക്ത മുരളിയിലൂടെ ശിവബാബ വർണ്ണിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും 1969 മുതലുള്ള മുരളി നോക്കൂ. ഒരിക്കലും ബ്രഹ്മബാബ തൻ്റെ പുരുഷാർത്ഥത്തെക്കുറിച്ചോ തൻ്റെ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാം പറഞ്ഞതാരാണ്? ശിവബാബയാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മബാബയുടെ സൂക്ഷ്മത്തിലുള്ള പുരുഷാർത്ഥം എന്തായിരുന്നു? അതായിരുന്നു മണിക്കൂറുകളോളം ബ്രഹ്മബാബ തപസ് ചെയ്തിട്ടുണ്ട്. ബാബയ്ക്ക് യജ്ഞത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ബ്രഹ്മബാബ എങ്ങനെയായിരുന്നു? അപകാരികളുടെ മൂലം ഉപകാരം ചെയ്തിരുന്നു. ബാബ എല്ലാ കുട്ടികളെയും വളരെ പ്രേമത്തോടെ സ്നേഹത്തോടെ മധുരമായ ശിക്ഷണങ്ങൾ നൽകി. യജ്ഞത്തിലെ എത്ര വിഘ്നങ്ങളാണ് വന്നത്. പക്ഷെ അപ്പോഴും ബ്രഹ്മബാബയുടെ മനസ്സിൽ ഒരു സങ്കല്പം പോലും ഉണ്ടായില്ല. എങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം ലഭിക്കും? ഇതിനെയാണ് പറയുന്നത് ധൈര്യം.
ഒരൊറ്റ സങ്കല്പം പോലും മനസ്സിലോ ബുദ്ധിയിലോ ഉണ്ടായതേയില്ല. അതുകൊണ്ടാണ് ശിവബാബ അവ്യക്ത മുരളിയിലെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്, ഫോളോ ഫാദർ. ബ്രഹ്മബാബയുടെ ഓരോ ചുവടിന്മേൽ നിങ്ങൾ ചുവട് വെച്ചാൽ മാത്രം മതി. നമ്മളും ദാദിമാരുടെ, പ്രത്യേകിച്ച് ഗുൽസാർ ദാദിയുടെ അവസാനത്തെ 3 വർഷത്തിലെ ദാദി വളരെ വളരെ ദൃഢമായിട്ട് തന്നെ തൻ്റെ കണക്ഷനെ സ്ട്രോങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കും എല്ലാവർക്കും അതേ പുരുഷാർത്ഥത്തിലാണ് മുഴുകേണ്ടത്. ഈ വർത്തമാന സമയത്ത് ഈ സംഘടനയിലെ നമ്മളെല്ലാവരും ബ്രാഹ്മണരെ ഒരു ഗ്രൂപ്പായിട്ട് ഈ പുരുഷാർത്ഥം ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം കൊടുക്കേണ്ടത് ശ്രേഷ്ഠമായ പുരുഷാർത്ഥത്തിൻ്റെ വൈബ്രേഷൻ ആയിരിക്കണം. ഈ പുരുഷാർത്ഥത്തിൽ സഫലത നേടുന്നതിന് വേണ്ടി ബാബ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, കുട്ടി, ഒരിക്കലും അലസരായി മാറാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ എത്രയോ മാസങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും ബാബയുടെ ഭോഗ സന്ദേശങ്ങൾ വരുന്നത്. അതിൽ ബാബ ഇതാണ് പറയുന്നത്, കുട്ടികൾ ഇപ്പോഴും അലസതയിലാണ്, വ്യർത്ഥ സങ്കല്പത്തിലാണ്, ഞാനാണ് ചെയ്തത്, അതിനാൽ എന്ത് പുരുഷാർത്ഥമാണ് കുട്ടികൾക്ക് ചെയ്യേണ്ടത് ആ പുരുഷാർത്ഥം കുട്ടികൾ ചെയ്യുന്നില്ല. ബാബ കുട്ടികളുടെ ഈ റിസൾട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാബ പറയുന്നത്, കുട്ടികളെ, നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? സമയത്തിൻ്റെ സൂചനയ്ക്കനുസരിച്ചിട്ടുള്ള പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്. ലോകം മുഴുവൻ ഒരു പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരിസമാപ്തിയിലെ ഇനി വരാനിരിക്കുന്ന പല പരിതസ്ഥിതികളിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി പ്രത്യേകിച്ചും വരാൻ പോകുന്ന ടെസ്റ്റ് പേപ്പർ ഇങ്ങനെയായിരിക്കും, നമ്മുടെ ധൈര്യത്തിൻ്റെ ചുവടിൻ്റെ പരീക്ഷയായിരിക്കും. ഇപ്പോഴുവരയ്ക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പരീക്ഷകൾ വന്നിട്ടുണ്ട്, അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേപോലെ നമ്മുടെ വ്യർത്ഥ സങ്കല്പങ്ങൾ, പല കുട്ടികൾക്കും നോക്കിക്കഴിഞ്ഞാൽ വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് സ്പീഡ് കൂടുതലാണ്, എന്നാൽ അതിനെയും കുറയ്ക്കണം. അതിനാൽ ധൈര്യം എന്ന ശബ്ദത്തെ നമ്മൾ പക്കയാക്കണം, കുറച്ചതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. നമ്മളെല്ലാവരും ആ സ്ഥിതിയിലെ നമ്മളെ ഇരുത്തുക. ഞാൻ ബിന്ദുസ്വരൂപമായ ആത്മാവാണ്. ബിന്ദുവായിരിക്കുന്ന ബാബയെ ശരിക്കും മുന്നിൽ കാണൂ, അനുഭൂതി ചെയ്യൂ. ബാബയിൽ നിന്നുള്ള ശക്തികളുടെ ലൈറ്റ് ആത്മാവായിരിക്കുന്ന എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മാവായിരിക്കുന്ന എനിക്ക് സ്വപരിവർത്തനത്തിലൂടെ വളരെ ഡീപ്പായിട്ടുള്ള റിയലൈസേഷൻ എനിക്കുണ്ടാകുന്നു. ആ ഡീപ്പ് റിയലൈസേഷൻ എനിക്കുണ്ടാകുന്നത് ആത്മബോധത്തിൽ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കൂ. ഭഗവാൻ എനിക്ക് പ്രോമിസ് നൽകിയിരിക്കുകയാണ്, നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ
1000 മടങ്ങ് സഹായം എൻ്റേതാണ്. ധൈര്യമർത്ഥം നിശ്ചയം. എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അത് എന്നിൽ നിന്നുണ്ടായാലും എനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്നുണ്ടായാലും അതിലെന്ത് തന്നെയാണെങ്കിലും നന്മ അടങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഇനി ഒരു പ്രകാരത്തിലുള്ള സങ്കല്പങ്ങളും എൻ്റെ ഉള്ളിലുണ്ടാകരുത്. ബാബ എൻ്റെ കൂടെ തന്നെയുണ്ട്. ബാബയുടെ ഓരോ സീനുകളും കണ്ട് ഓരോ സീനുകളും വളരെ മധുരമായിട്ട് തോന്നണം. ഏത് കാര്യങ്ങളും ഏത് പരിതസ്ഥിതികളും എന്നെ ബാബയിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല. ഞാൻ വിജയി ആത്മാവാണ്. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടി, സ്വയത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി ധൈര്യത്തിൻ്റെ ചുവട് വയ്ക്കണം. എങ്ങനെയാണോ ബ്രഹ്മബാബ ചുവട് വെച്ചത് അതുപോലെ. അതിനാൽ ഇന്നു മുതൽ സ്വയം പക്കയാക്കൂ. അല്ലയോ ആത്മാവേ, നീ തന്നെയാണ് അർജുനൻ. എനിക്കാണ് മാറേണ്ടത്. ഇതിനെയാണ് പറയുക ധൈര്യം. എനിക്കാണ് താഴേണ്ടത്. സർവഗുണസമ്പന്നമായി മാറേണ്ടത് എനിക്കാണ്. അവഗുണങ്ങളുടെ ത്യാഗം എനിക്കാണ് ചെയ്യേണ്ടത്. സർവസംബന്ധങ്ങളുടെയും അനുഭൂതി ബാബയുമായിട്ട് എനിക്ക് ചെയ്യണം. ഇന്നു മുതൽ ഈ ധൈര്യം ബാബയുടെ മുന്നിൽ വയ്ക്കും. കാരണം ഇങ്ങനെയുള്ള ധൈര്യമുള്ള കുട്ടികളെയാണ് ബാബയ്ക്ക് ആവശ്യം. വരാൻ പോകുന്ന സമയങ്ങളിൽ മനസ്സുകൊണ്ട് സകാശിലൂടെ സേവ ചെയ്യേണ്ട സമയമാണ്. എന്തുകൊണ്ടെന്നാൽ ഇനി പോകാനുള്ള സമയം, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയം ഇതാണ്. തൻ്റെ അവ്യക്ത സ്ഥിതിയിലൂടെ, തൻ്റെ ശുഭഭാവനയിലൂടെ, തൻ്റെ ശുഭമായ സങ്കല്പത്തിലൂടെ ലോകത്തിലെ അനേക ആത്മാക്കൾക്ക് ബാബയുടെ സാക്ഷാത്കാരം കൊടുക്കണം. സ്വയം സാക്ഷാത്കാര മൂർത്തിയായിട്ട് വേണം ബാബയെ പ്രത്യക്ഷപ്പെടുത്താൻ. ബ്രഹ്മബാബ തൻ്റെ അവസാനത്തെ 3 വർഷത്തിൽ എവിടെയും പുറത്തു പോയിട്ടില്ല. ബാബ വളരെയധികം ഡീപ്പായിട്ടുള്ള തപസ് ചെയ്തു. അതേപോലെ തന്നെയായിരുന്നു ബ്രഹ്മബാബയുടെ 2ാമത്തെ രഥം ഗുൽസാർ ദാദിജി. ഒരു 3 വർഷം എവിടെയും ദാദി പോയില്ല. ദാദി ചെറിയ ഒരു സ്ഥാനത്ത് തന്നെ ഒതുക്കി. 2 രഥത്തിനും ഒരു സമാനതയുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് നൽകുന്ന പ്രേരണയാണ്. നമുക്കിപ്പോൾ 2 ഇഞ്ചിനാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു സന്ദേശത്തിൽ ബാബ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വണ്ടി വളരെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അതാണ് അഡ്വാൻസ് പാർട്ടിയിലെ 2 എൻജിനാണ് എത്തിയിരിക്കുന്നത്. ഈ 2 ഫരിസ്തകളും കൂടെ ചേർന്ന് ഈ മുഴുവൻ കുട്ടികളെയും ബാബ ഉപയോഗിക്കുകയാണ്, സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ തീവ്രഗതി കൂട്ടുകയും വേണം, ഒപ്പം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചുരുക്കുകയും വേണം. എത്ര സാധിക്കുന്നു ഏകാന്തതയിൽ പോയി യോഗ തപസ് ചെയ്യണം. കാരണം ബാബ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇപ്പോൾ ബാബയുടെ അച്ഛൻ്റെ പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പൂർണ്ണ സഹായം കിട്ടും. പിന്നെ വരദാനത്തിൻ്റെ പാർട്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താകണമോ നിങ്ങൾക്കാകാം. എത്ര ബാബയിൽ നിന്ന് സഹായം എടുക്കണോ എടുക്കാം. പിന്നീട് എന്ത് സംഭവിക്കും? സഹായത്തിൻ്റെയും സമയം കഴിയും. സൂക്ഷ്മവദനത്തിൻ്റെ പാർട്ടും തീരും. കാരണം ബ്രഹ്മാബാബയുടെ പാർട്ട് സൂക്ഷ്മവദനത്തിൽ തീർന്നാൽ കഴിഞ്ഞു. ഇപ്പോൾ അന്തിമ സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തപസ് ചെയ്യാനുള്ള പ്രേരണകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ എത്ര സാധിക്കോ മനസ്സിനെയും ബുദ്ധിയുടെയും കണക്ഷനെ ബാബയുമായിട്ട് ഡീപ്പാക്കി വയ്ക്കൂ. ഈ ഓർമ്മയുടെ ചാർട്ടിലെ പ്രത്യേകിച്ചും അവ്യക്ത സ്ഥിതി ഉണ്ടാക്കണം. അവ്യക്ത സ്ഥിതിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതിനെയാണ് ബാബ പറയുന്നത്, കുട്ടികളെ വളരെ തീവ്രഗതിയിലെ ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള ഏറ്റവും നല്ലൊരു സാധനയാണ് ആശീർവാദം കൊടുക്കുക, ആശീർവാദം എടുക്കുക. അതിനാൽ ധൈര്യത്തിൻ്റെ ഒരു സങ്കല്പം വയ്ക്കൂ. സ്വപരിവർത്തനം, ഇതാണ് ധൈര്യം. സ്വയത്തെ പരിവർത്തനം ചെയ്യാനായിട്ട് എനിക്ക് മറ്റുള്ളവരെയല്ല മാറ്റേണ്ടത്, അവരല്ല ശരിയാകേണ്ടത്, എനിക്കാണ് മാറേണ്ടത്. അപ്പോൾ സംബന്ധങ്ങൾ പോലും മധുരമാകും. അപ്പോൾ എല്ലാവരുടെയും ആശീർവാദം നമുക്ക് ലഭിക്കും. ബാബ പറഞ്ഞിട്ടുണ്ട്, ഈ ആശീർവാദം റോക്കറ്റിൻ്റെ പണി ചെയ്യും. എത്ര തന്നെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു, നിങ്ങൾക്ക് ഷോർട്ട് കട്ടിൽ പോകണം. ഷോർട്ട് കട്ടിൽ എത്തിപ്പെടാനുള്ള ഏറ്റവും നല്ല സാധനയാണ് ആശീർവാദം എടുക്കുക, കൊടുക്കുക. ഇപ്പം നമുക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ദേവിമാരായി മാറണം. എങ്ങനെയാണോ യജ്ഞമാതാവായ മമ്മയും യജ്ഞപിതാവായ ബ്രഹ്മാബാബയും സ്നേഹത്തിൻ്റെ മൂർത്തിയായോ, സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ മൂർത്തിയായിട്ടാണ് അവരെ കണ്ടിരിക്കുന്നത്. നമുക്കും ഈ ദൃഢസങ്കല്പം ചെയ്യാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച്. എനിക്ക് വളരെയധികം സന്തോഷമാണ്. നമ്മളെല്ലാവരും വാസ്തവത്തിൽ ഈ ഡ്രാമയനുസരിച്ച് ഭാരതത്തിലെ ഏറ്റവും വളരെയധികം ഗൗരവമേറിയ അന്തസ്സുള്ള വലിയൊരു കാര്യമാണ് അമൃത മഹോത്സവം. ഇതിലെ നമ്മളും ഒരു ഭാഗമായി മാറിയല്ലോ. നമ്മളെല്ലാവരും നോക്കൂ, ഈ ഡ്രാമയിലെ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൻ്റെ ഭാഗമായി മാറി. നമ്മളെല്ലാവരും പല പല സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പല സ്ഥലത്തിരുന്നു കൊണ്ടും എത്ര വളരെ നല്ലൊരു തപസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുമിച്ച്. ഇത് ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും ഇതിലൂടെ ഉണ്ടാവുക. നമുക്ക് സ്വപരിവർത്തനം ചെയ്യണം. സ്വപരിവർത്തനത്തിലൂടെ വിശ്വത്തിൻ്റെ പരിവർത്തനം നടക്കണം. സ്വർണിമ യുഗം കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ദൃഢസങ്കല്പത്തിലെ നമുക്കെല്ലാവർക്കും ഈ ബട്ടിയുടെ പൂർണ്ണമായിട്ട് ലാഭമെടുക്കാം. പ്രത്യേകിച്ച് മൃത്യുഞ്ജയ് ഭായിയുടെ സങ്കല്പമായിരുന്നു എഡ്യൂക്കേഷൻ വിങ്ങിൽ നിന്നും ഇങ്ങനെയൊരു ഓൺലൈൻ ബട്ടി നടക്കണമെന്ന്. അദ്ദേഹത്തിനും വളരെയധികം ഹൃദയം കൊണ്ട് നന്ദിയും ആശീർവാദവും അഭിനന്ദനങ്ങളും. ഓം ശാന്തി. തീർച്ചയായിട്ടും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആശീർവാദമാണ്. ഈ ബട്ടിയിലൂടെ ലഭിക്കുന്നതും അതാണല്ലോ, ആശീർവാദം.
എത്ര സഹോദരി സഹോദരന്മാരാണ് ഈ ഓൺലൈൻ ബട്ടിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാബ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആശീർവാദവും ബാബ തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ചാൻസുമാണ് ഈ ഒരു ഓൺലൈൻ ബട്ടി എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ ഈ ബട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ലാഭം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഭാഷകളിലാണ് ഈ ബട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഷകളിൽ, മലയാളത്തിലും തമിഴിലും കന്നഡയിലും എല്ലാറ്റിലും, ഹിന്ദിയിൽ ഡയറക്റ്റ് നടക്കുന്നുണ്ട്. അതിനാൽ നിഹാബെഹന് വളരെയധികം 1000 നന്ദി. നമുക്കെല്ലാവർക്കും ഒരു കൈ വീശിക്കൊണ്ട്, അവരവരുടെ സൂക്ഷ്മത്തിലുള്ള കൈ വീശിക്കൊണ്ട് ദീദിയോട് നന്ദി പറയൂ. എത്ര സുന്ദരമായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു ദാദിയുടേത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ആശീർവാദത്തിൻ്റെ ഖജനാവിനെ വർദ്ധിപ്പിക്കണം. നമുക്കെല്ലാവർക്കും ഓരോരോ ചുവടിലും ധൈര്യത്തിൻ്റെ ചുവടുകളോടുകൂടെ ബാബയുടെ 1000 മടങ്ങ് സഹായം നമുക്ക് എടുക്കണം. നമ്മളെല്ലാവരും ധൈര്യത്തിൻ്റെ ചുവട് വെച്ചുകൊണ്ട് ബാബയുടെ ആശയം എന്താണോ, ബാബയുടെ ആഗ്രഹം എന്താണോ, നമ്മളത് പൂർത്തീകരിച്ചു കൊടുക്കും. ദീദി ഇന്ന് ഏതേതെല്ലാം ഭാഷകളിലുള്ളവരാണോ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്, എല്ലാവർക്കും വളരെയധികം എല്ലാവരുടെ ഭാഗത്തു നിന്ന് നന്ദി. നമുക്കെല്ലാവർക്കും 2 മിനിറ്റ് ബാബയുടെ ഓർമ്മയിൽ സൈലൻസിലിരിക്കാം.